എല്ലാവർക്കും സുഹൃത്താണ് മറ്റൊരു ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമേ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതൊരു മണ്ടത്തരമായിരിക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു കാര്യം പഠിക്കുന്നെങ്കിൽ അതിനോടനുബന്ധിച്ച് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ പണി കിട്ടും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് വേണം ഒരു പ്രോബ്ലം പഠിച്ച് തീർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ആണിത്. നോക്കിക്കേ, എ ഈസിയുടെ സെറ്റ് 1 2 3 4 5 6 എക്സെട്ര നോക്കിക്കേ 12 വരെ ഉണ്ട് കണ്ടല്ലോ. ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 12 എന്നുള്ളത് 14 വരെയാണ്. അപ്പൊ അതൊരു വേറെ ക്വസ്റ്റ്യനാ. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചുകൊണ്ട് പോയത്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, പണി കിട്ടും. ഓക്കെ, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാറി വന്നാലൂടെ ചെയ്യാൻ പഠിച്ചിരിക്കണം, എന്നെങ്കിലേ പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കി, ആർ ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് y is x square plus 1 x comma y element of capital A, write R in rows of form, find domain, range and codomain. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെയ്യുന്ന രീതികൾ ശ്രദ്ധിക്കാം. വളരെ രസകരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാം കേട്ടോ. നോക്കിയോണേ, ഇതാണ് നമ്മുടെ സെറ്റ് കണ്ടല്ലോ എ. എന്നിട്ടുണ്ടോ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡേർഡ് പെയറിനുള്ളിൽ ആദ്യത്തെ ആളാണ് എക്സ്, രണ്ടാമത്തെ ആളാണ് y. ഓക്കെ, അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ? ഈ എക്സിനെ നമ്മൾ ഓരോ നമ്പർ ഇവിടെ നിന്ന് എടുക്കണം, നമ്മുടെ സെറ്റിനുള്ളിൽ നിന്നും എടുക്കണം. എന്നിട്ട് അവിടെ നിന്നുള്ള ഓരോ വൈയും കണ്ടുപിടിക്കണം. ഇപ്പൊ എക്സിന് നമ്മളിപ്പോ ആദ്യം 1 എടുത്തത് കണ്ടല്ലോ. അപ്പൊ നമ്മുടെ y ഈക്വൽ ആരായിരുന്നു ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ശരിയാണല്ലോ അല്ലെ? എന്നിട്ട് ഞാൻ എക്സിന് 1 എടുക്കുന്നു, ഇങ്ങനെ എക്സിന് 1. അപ്പൊ y ഈക്വൽ ടു എങ്ങനെയായിരിക്കും മോനെ? എക്സ് സ്ക്വയർ എന്നുള്ളത് അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1. 1 സ്ക്വയർ ഈസ് 1, 1 പ്ലസ് 1 എത്ര മോനെ? 2. അപ്പൊ നമുക്ക് ഒരു ഓർഡേർഡ് പേര് കിട്ടി. ആരാ മോനെ? 1,2. ശരിയല്ലേ മോനെ? 1,2. അടുത്ത എക്സിന് ഞാൻ രണ്ടാമത്തെ നമ്പറായ 2 എടുക്കുന്നു. അപ്പൊ 1 എടുത്തു, ഞാൻ ഇനി 2 ആണ് എടുക്കുന്നത് കേട്ടോ. 2 എടുക്കുമ്പോൾ y ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ. അപ്പൊ എത്ര മോനെ? 2 സ്ക്വയർ പ്ലസ് 1. 2 സ്ക്വയർ 4 പ്ലസ് 1 5. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ എക്സിന് 2 എടുത്തപ്പോൾ വൈയുടെ വാല്യൂ 5 കിട്ടിയപ്പോൾ നമുക്ക് രണ്ടാമത്തെ എത്ര കിട്ടി മോനെ? 2,5. അടുത്തത് ഞാൻ എക്സിന് 3 എന്നെടുക്കണം. എക്സിന് 3 എടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 1. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? 3 സ്ക്വയർ എത്ര? 9 പ്ലസ് 1 ഈസ് 10. അപ്പൊ നമുക്ക് മൂന്നാമത്തെ കിട്ടിയത് 3,10. നാലാമത്തെ എക്സ് ഈക്വൽ ടു 4 എന്നെടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 1. 4 സ്ക്വയർ ഈസ് എത്രയാണ്? 16 പ്ലസ് 1. ആൻസർ ആരാ? 17. അയ്യോ, 17 പ്രശ്നമാണ്, ഇവിടെ ഇല്ല. ഇവിടെ കണ്ടു, ഇപ്പൊ നമുക്ക് കിട്ടിയ അതിന് മുമ്പ് വരെ കിട്ടിയത് 10 അവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. പക്ഷെ അടുത്തുണ്ട് 17 അവിടെ ഇല്ല. അപ്പൊ ഇവനെ എടുക്കരുത്. അപ്പോൾ കഴിഞ്ഞു, ഇവനെ എടുക്കരുത്. ഇനി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയേ വേണ്ട. അപ്പൊ ഞാൻ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 തൊട്ട് കൊടുക്കരുത് എന്നർത്ഥം. 5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൻസർ കിട്ടുന്നത് ഈ സെറ്റിൽ നിന്ന് പുറത്തു നിന്നുണ്ടോ? എക്സും വൈയും എയിലുള്ളതാണെന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കുന്നതും ഈ സെറ്റിനുള്ളിൽ നിന്നായിരിക്കണം, വൈയുടെ വാല്യൂ കിട്ടുന്നതും ഈ സെറ്റിനുള്ളിലായിരിക്കണം. ഈ സെറ്റിന് പുറത്ത് കിട്ടുന്ന ഒരു ആൻസറിനെ നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 3 പേരെ കിട്ടിയുള്ളൂ. അപ്പൊ ഇവനെ ഒരു സെറ്റിലിട്ട് ഇങ്ങനെ അങ്ങോട്ട് എഴുതണം കേട്ടോ. നേരെ നേരെ എഴുതണം. ഞാനിപ്പോ ഇങ്ങനെ എഴുതുന്നവരെ ഇങ്ങനെ ഫോം ഇട്ട് ഇങ്ങനെ എഴുതണം കേട്ടോ. ഇതാ നമ്മുടെ റിലേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് റിലേഷനെ ഫോം ചെയ്യാൻ വളരെ ഈസി ആയിട്ട് മനസ്സിലായി. ഇതിപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് ചിലപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 ആവാം, ഇനി 2x പ്ലസ് 1 എന്നാവാം, 3x പ്ലസ് 1 എന്നാകാം. അങ്ങനെയൊക്കെ മാറി വന്നാലും എനിക്കറിയാം എന്നുള്ളത് ഉറപ്പിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ 3 പേരുണ്ട് കേട്ടോ. ഡൊമൈൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ നോക്കണം. ഇവിടെ നോക്കിയിട്ട് എത്ര ഓർഡേർഡ് പേര് കിട്ടിയവന് 3 പേരില്ലയോ? അതിനകത്ത് ഫസ്റ്റ് നമ്പേഴ്സ് ആരൊക്കെയാ? 1 2 3. ദീസ് ആർ ദ എലമെന്റ്സ് ഇൻ ഡൊമൈൻ. നെക്സ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെമ്പേഴ്സ്. വാട്ട് ആർ ദ സെക്കൻഡ് മെമ്പേഴ്സ് ഓഫ് ദ റിലേഷൻ? 2 5 10 ഉണ്ടല്ലേ? 2 5 10. ഇപ്പൊ നമുക്ക് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഒരു കുഴപ്പമില്ല അല്ലേ? നെക്സ്റ്റ് എന്താ മോനെ? കോഡൊമൈൻ ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നോക്കണ്ട. നമ്മുടെ ഗിവൺ സെറ്റ് ഉണ്ടല്ലോ, എ ഫുള്ള്, ദാറ്റ് മീൻസ് 1 2 3 എക്സെട്ര ഇവിടെ വരെ മോനെ 12 വരെ കഴിഞ്ഞു. ഇതാ നമ്മുടെ ആൻസർ. ഇപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഡൊമൈന്, റേഞ്ച്, കോഡൊമൈൻ ഇവനെയൊന്നും ഇപ്പൊ നമുക്കൊരു സംശയമില്ലാതെ കിട്ടണം. നല്ല കിടിലനായിട്ട് പഠിക്കണം. ഇതിനൊക്കെ സമയമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മോശമായി കഴിഞ്ഞാൽ നിങ്ങൾ കിടിലനായിട്ട് പഠിക്കാം എന്ന് മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഇയറുകൾ മീൻസ് നമ്മുടെ വർഷങ്ങളാണ് നഷ്ടപ്പെടുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത്.
അങ്ങോട്ട് എന്നുവെച്ചാൽ നല്ല കട്ടയ്ക്ക് നിന്ന് പഠിച്ചോണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിക്കുക, നന്നായിട്ട് മാർക്ക് വാങ്ങുക. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടും, നമ്മുടെ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണം കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.